അഡിക്റ്റ് ആണ്. നീ അഡിക്റ്റഡ് ആണ്. അതില്ലെങ്കിൽ ഒരു ദിവസം ChatGPT വർക്ക് ചെയ്തില്ലെങ്കിൽ അന്ന് എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് സത്യം. ഓക്കെ. കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ് കിട്ടിയാൽ തന്നെ നമുക്ക് ഒരു മെമ്മറി പവർ ഉണ്ടാവില്ല, ഒരു തിങ്കിങ് എബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. ശരിക്കും ഒരു ഈവൻ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലും ഞാൻ അറിഞ്ഞോണ്ടല്ല, ഓട്ടോമാറ്റിക്കലി ടൈപ്പ് ചെയ്യുന്നു. കാരണം അതിന്റെ കോഡ് എനിക്ക് കിട്ടുന്നറിയാം, ഞാനത് നോക്കുപോലും ചെയ്യാതെ പേസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടാവുമ്പോൾ ഞാനതിനെ വെറുതെ സമയം കളയുന്നേ. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളിപ്പം ChatGPT ഇപ്പോൾ ഞങ്ങൾ പ്രൊജക്ടിന്റെ കേസ് ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് വർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. തിങ്കിങ് പവർ നഷ്ടപ്പെടും എന്നുള്ളത് ആണെങ്കിലും നമുക്ക് പക്ഷേ ഈ സമയത്ത് നമുക്ക് എന്താ പെട്ടെന്ന് സാധനം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അതേ സമയത്ത് AI കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ജോലിയൊക്കെ AI ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതലായിട്ട് അതിന് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പഠിച്ച് അതിന്റെ രീതിയിലേക്ക് മാറേണ്ട ഒരു സാധനം വരും, സംഭവം ഉണ്ടാവുന്നുള്ളൂ. പ്രൊഡക്ടിവിറ്റി കൂടും. പ്രൊഡക്ടിവിറ്റി കൂടും. ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു മോശം വശങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്താ കാണുന്നത് എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ തിങ്കിങ് എബിലിറ്റി കുറയും. ഇപ്പം കണ്ടില്ലേ, ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഫേക്ക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അത് നമുക്ക് മനസ്സിലാവില്ല, റിയൽ ഏതാണ് ഫേക്ക് ഏതാന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ട്. എല്ലാത്തിനും മടിയന്മാരാവാണ് ചെയ്യുന്നത്. ഒരു സെന്റൻസ് എഴുതാനെങ്കിലാണെങ്കിൽ തന്നെ അത് ഇട്ടിട്ട് ഒന്ന് റീഫ്രൈസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുക ചെയ്യുന്നത്.